ദേവന്റെ മുതലാ ഇല്ലേ, അല്ലെ ദേവിയുടെ മുതലാ. അത് ഒരിക്കലും ദുർവ്യയം ചെയ്യപ്പെടരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ ഇഷ്ടമാണോ? അല്ല. അപ്പൊ ദേവന്റെ മുതൽ ദുർവ്യയം ചെയ്യുന്ന മര്യാദയാണോ? ആണോ? അല്ല. എപ്പോഴും ശ്രദ്ധിച്ചോണം, ദേവന്റെ മുതൽ ദുർവ്യയം ചെയ്യരുത്. ദേവന്റെ സ്വത്ത്, ദേവന്റെ ഭൂമി, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, ഉത്സവം നടത്തി കഴിഞ്ഞാൽ പിന്നെ കണക്കുമില്ല, കാര്യമില്ല, പിന്നെ അടുത്ത ഉത്സവത്തിന് കയറും കുറേ കമ്മിറ്റിക്കാർ. ഒരു ഉത്സവം കഴിയുമ്പോഴത്തേക്ക് അന്ന് തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് മിക്കവാറും ഒരു വർഷത്തിനുള്ളിൽ പെരടം അവൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ കയറി കളത്തും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പല ക്ഷേത്രങ്ങളിലും ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം എനോർമസ് ആണ് എമൗണ്ടുകൾ വരുന്നത്. കൃത്യമായി കണക്കുകൾ സൂക്ഷിച്ചു പോകുന്ന ക്ഷേത്രങ്ങളും അതേ സമയമുണ്ട് നമ്മുടെ നാട്ടിൽ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദേവന്റെ മുതല അതിൽ 1 രൂപ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 100 തലമുറയ്ക്കാണ് അതിൻ്റെ ശാപം വരിക. കാരണം ഓരോ ഭക്തനും അവൻ്റെ കഷ്ടപ്പാട്, അവൻ്റെ ദാരിദ്ര്യം, അവൻ്റെ വേദന, അവൻ്റെ ത്യാഗം, ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് 1 രൂപ കൊണ്ടുപോയി അവൻ ഭണ്ഡാരത്തിലിടുന്നത്, അല്ലേ? അതിങ്ങനെ തോന്നുന്നവർക്ക് തോന്നുന്ന രീതിയിൽ എടുത്ത് ചെലവാക്കാനല്ല. ഈയിടെ കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ, ശ്രീപത്മനാഭ പെരുമാള് അറിയാമല്ലോ, കുമിച്ച് കൂട്ടിയിട്ടേക്കുക, അതിൻ്റെ മുകളിൽ ആര് കിടക്കണത്? പെരുമാള് കിടക്കുക. ചിലർക്ക് എന്താണെന്നറിയത്തില്ല, എന്തെല്ലാത്ത രീതിയിലുള്ളൊരു മനുഷ്യ സ്നേഹം. എന്തിനാ ഭഗവാൻ ഇത്രയും സ്വത്തുക്കള്? ഇതൊക്കെ എടുത്തങ്ങ് പൊതുജന നന്മയ്ക്ക് വേണ്ടി അങ്ങ് ചെലവാക്കിക്കൂടെ? ചെയ്യാം, പ്രശ്നമില്ല. എപ്പോൾ ചെയ്യണം എന്നറിയാവോ? എല്ലാ ദേവാലയങ്ങളുടെയും സ്വത്തുക്കൾ എടുക്കണം. പറഞ്ഞ മനസ്സിലായ? പത്മനാഭ പെരുമാളിൻ്റെ എടുത്തു കഴിഞ്ഞാൽ പള്ളിയുടെയും എടുക്കണം, ദർഗയുടെയും എടുക്കണം, ഇല്ലേ? പത്മനാഭ പെരുമാളിൻ്റെ സ്വത്തെടുത്ത് പൊതുജനത്തിലിട്ട് അതിന് റോഡുണ്ടാക്കാനും KSRTC നന്നാക്കാനുമല്ല, ദേവന്റെ മുതൽ ദേവസ്വങ്ങൾക്കും ആ സമുദായങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള പണമാണ്, ഇല്ലേ? ചിലർക്കങ്ങ് മനുഷ്യസ്നേഹം മൂക്കും. എപ്പോഴാ? പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും പൊതുരംഗത്ത് എന്തെങ്കിലും വീഴ്ച വരുമ്പോഴും പറയും, അയ്യോ എന്തിനാ ഭഗവാൻ ഈ സ്വത്തുക്കൾ? പറയുന്ന കേട്ടാ തോന്നുന്നു ഇവൻ കോടിക്കണക്കിന് അമ്പലത്തിൽ കൊടുത്തിട്ടാണ് ഇനി പറയുന്നത്. നമ്മുടെ പൂർവികര്, നമ്മുടെ ആളുകള് എന്തായാലും ഒരു ഇടത്തരം നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ വലിയ കോടീശ്വരന്മാരൊന്നും അല്ല വലിയ ഹിന്ദുക്കൾ ഭൂരിഭാഗം, അല്ലേ? ഇടത്തരം കുടുംബത്തിലുള്ളവരാ. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ടുള്ളവര്. അപ്പോൾ ഈ ഇടത്തരത്തിൽപ്പെട്ടവനും പാവം പിടിച്ചവനും പണക്കാരനും ഒരേപോലെ ആരായാലും ശരി, പണക്കാരനായാലും മധ്യമനായാലും സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളായാലും ശരി, അവരവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എവിടെ കൊണ്ടിടുന്നത്? ദേവന് കൊടുക്കുന്നത്. പാവത്തുങ്ങൾക്ക് കൊടുക്കരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞേ. ദേവന്റെ മുതലെടുത്ത് അങ്ങനെ ആരും കൊണ്ടുപോകണ്ട. പറഞ്ഞാൽ മനസ്സിലായി? ദേവന്റെ മുതൽ നമ്മൾ എപ്പോൾ കൊടുക്കും? എല്ലായിടത്തു നിന്നും ഓരോ രൂപ വെച്ചെടുക്കുമ്പം നമ്മൾ എന്ത് കൊടുക്കും? 1 രൂപ വെച്ച് കൊടുക്കും. അല്ലാതെ ശ്രീപത്മനാഭ പെരുമാളിൻ്റെ ലക്ഷക്കണക്കിന് കോടി കണ്ടിട്ടും ഗുരുവായൂരപ്പൻ്റെ കോടി കണ്ടും പലരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, എടുത്തങ്ങ് കൊടുക്കുക. ഏതാണ്ട് തോന്നും ഇവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ അകത്ത് കൊണ്ടിട്ടതാണ്. മേൽപ്പത്തൂരും പൂന്താനവും ഒക്കെ നാരായണ ജപിച്ച് ആ മേൽപ്പത്തൂരിൻ്റെയും ഗുരുവരമ്മയുടെയും ഒക്കെ പാത പിന്തുടർന്ന് ഏത് രാത്രിയിലും ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന സാധാരണക്കാരൻ്റെ പണം ഓരോ ഭണ്ഡാരത്തിലും പോയി വീഴണതേ. അത് ചെന്ന് വീണ് ഇത് എടുത്തു കഴിയുമ്പോൾ ആദ്യം പൊള്ളുന്ന ഭഗവാനാ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചിലരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, മനുഷ്യന്മാർക്ക് ആഹാരം ക്ഷേത്രങ്ങൾ കൊടുക്കുന്ന പോലെ അന്നദാനം ഏത് ദേവാലയത്തിലാണ് കൊടുക്കണേ? 7 ദിവസം നമ്മളിവിടെ 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ, അല്ലേ? ഒരു നേരം നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു നേരം നമ്മളെ വീട്ടിൽ ആഹാരം കഴിക്കണ എത്ര രൂപ ചെലവുണ്ട്? അപ്പോൾ എത്ര ദിവസങ്ങൾ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നു? എന്തോരം ക്ഷേത്രങ്ങൾ നിത്യം 365 ദിവസം അന്നദാനം നടത്തുന്നു. അതൊന്നും ആരുടെയും കണ്ണിലില്ല. കണ്ണിലുള്ളത് മാത്രം എന്താ? ദേവന്റെ മുതല, ഇല്ലേ? ഇപ്പൊ ദുരിതാശ്വാസത്തിന്റെ ഹരഹരയാ, ഇല്ലേ? ദുരിതം മുഴുവൻ നാട്ടുകാർക്കും, ആശ്വാസം മുഴുവൻ നേതാക്കൾക്കും. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം പോലും ഓണം ഉണ്ടണ്ട, തിരുവാതിരയും കാണണ്ട, ഒന്നും കാണണ്ട, ദുരിതത്തോട് ദുരിത. സമാധാനം എന്ന് പറഞ്ഞ പോണ പോക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. പറയണേ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചോണം. നമ്മുടെ ദേവന്റെ മുതൽ ആ ദേവസ്വത്തിൻ്റെ ആൾക്കാർക്ക് കിട്ടണം. എങ്ങനെ? ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്,
അവർക്ക് വേണ്ട, അവർക്ക് മക്കളുണ്ട്, അവർ അരി വാങ്ങേണ്ടതാ. അല്ല ഇതെല്ലാം പൊതുജനത്തിന് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാനൊന്നുമല്ല, അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ആ